കൊടകര കുഴൽപ്പണക്കേസിൽ ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ രഹസ്യമൊഴിയെടുക്കും. തൃശൂർ സിജെഎം കോടതിയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അനുമതി നൽകിയത്. കുന്നംകുളം കോടതിയിലാണ് രഹസ്യമൊഴിയെടുക്കുക. നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ താക്കീത്. മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് കരുതരുതെന്ന് ഹൈക്കോടതി. ഉത്സവാഘോഷങ്ങളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഞായറാഴ്ച തൃശൂരിൽ ആചാര സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിക്കും. മണ്ണുത്തി തിരുവാണിക്കാവിൽ ലോറിയിൽ കടത്തുകയായിരുന്ന 2600 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. 2 പേർ പിടിയിൽ. ക്രിസ്മസ് പ്രമാണിച്ച് മദ്യമുണ്ടാക്കി വിപണനം നടത്താനാണ് സ്പിരിറ്റ് എത്തിച്ചതെന്ന് സൂചന. ചേലക്കര എംഎൽഎയായി യുആർ പ്രദീപും പാലക്കാട് എംഎൽഎയായി രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. യുആർ പ്രദീപ് സഗൌരവവും രാഹുൽ ദൈവനാമത്തിലുമാണ് പ്രതിജ്ഞ ചെയ്തത്. അകമല ചാക്യാർകുന്നിൽ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ അടിയന്തരമായി സൌരോർജ്ജ വേലി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. മതിലകത്ത് ബൈപ്പാസ് നിർമ്മാണ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. കാര്യാട്ടുകര ബണ്ട് തകർന്നതിനെ തുടർന്ന് കൃഷിനാശം സംഭവിച്ച എൽത്തുരുത്ത് മാരാർ കോൾപ്പടവ് ജില്ലാ കളക്ടർ സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര കുഴൽപ്പണക്കേസിൽ ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ രഹസ്യമൊഴിയെടുക്കും. തൃശൂർ സിജെഎം കോടതിയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അനുമതി നൽകിയത്. കുന്നംകുളം കോടതിയിലാണ് രഹസ്യമൊഴിയെടുക്കുക. തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണത്തിന് കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം സതീഷിന്റെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂരിലെ ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 6 ചാക്കുകളിൽ 9 കോടി രൂപയുടെ കുഴൽപ്പണം എത്തിച്ചെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സതീഷ് പോലീസിന് നൽകിയ മൊഴി മാറ്റി പറയാതിരിക്കാനാണ് സെക്ഷൻ 164 പ്രകാരം കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ താക്കീത്. തൃപ്പുണിത്തറ പൂർണ്ണത്രയേശ്വര ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിച്ചതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഫയൽ ചെയ്ത റിപ്പോർട്ട് കോടതി പരിഗണിക്കവെയാണ് വിമർശനം. കോടതി നിർദ്ദേശങ്ങൾ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ലെന്ന് കോടതി ചോദിച്ചു. മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് കരുതരുത്. സാമാന്യ ബുദ്ധി പോലും ഇല്ലേ എന്ന് കോടതി ചോദിച്ചു. ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ചില ആളുകളുടെ ഈഗോ ആകരുത് നടപ്പാക്കേണ്ടത്. കോടതി നിർദ്ദേശം നടപ്പാക്കണം. ദേവസ്വം ബോർഡ് ഓഫീസറോട് സത്യവാങ്മൂലം നൽകാൻ കോടതി നിർദ്ദേശം നൽകി. ഉത്സവങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ ഭേദഗതികൾ നിയമനിർമ്മാണങ്ങളിൽ നടത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഉത്രാളി പൂരം കോർഡിനേഷൻ കമ്മിറ്റി. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ മറികടക്കാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനു മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തും. സംഗമം സേവ്യർ ചിറ്റലപ്പള്ളി എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ, ദേശകമ്മിറ്റി പ്രസിഡന്റുമാരായ എ കെ സതീഷ് കുമാർ, ടി പി ഗിരീശൻ, സി എ ശങ്കരൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആന എഴുന്നള്ളിപ്പിന് കടുത്ത നിയന്ത്രണങ്ങളും നിബന്ധനകളും ഏർപ്പെടുത്തിയ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉത്സവാഘോഷങ്ങളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ തൃശൂരിൽ ഞായറാഴ്ച സംഘടിപ്പിക്കുന്ന ആചാര സംരക്ഷണ കൂട്ടായ്മ വൻ വിജയമാക്കാനൊരുങ്ങി ദേവസ്വങ്ങളും ക്ഷേത്രസമിതികളും വാദ്യമേള സംഘടനകളും. പാർമേക്കാവ് അഗ്രശാലയിൽ സംഘടിപ്പിച്ച വിവിധ ദേവസ്വങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും വാദ്യകലാ സംഘടനകളുടെയും പ്രതിനിധി യോഗമാണ് നിലവിലെ പ്രതിസന്ധി സാഹചര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തത്. പ്രശ്നപരിഹാരത്തിനായി നിയമനിർമ്മാണത്തിനുള്ള ശ്രമങ്ങളും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള ശ്രമങ്ങളും നടത്തേണ്ടതുണ്ടെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പാർമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ എം ബാലഗോപാൽ പറഞ്ഞു. ഹൈക്കോടതിയുടെ കടുത്ത നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളും കേരളത്തിൽ നൂറ്റാണ്ടുകൾ മുൻപേ നടന്നുവന്നിരുന്ന പൂരം, ഉത്സവം തുടങ്ങിയ വിശ്വാസ സാംസ്കാരിക പൈതൃകാഘോഷങ്ങളെ ഇല്ലാതാക്കുമെന്ന് വിഷയാവതരണം നടത്തിയ പാർമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു. പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാവരുടെയും കൂട്ടായ ശ്രമം ഉണ്ടാകണമെന്ന് തിരുവമ്പാടി ദേവസ്വം വൈസ് പ്രസിഡന്റ് ഇൻചാർജ് പ്രശാന്ത് മേനോൻ പറഞ്ഞു. ഉത്രാളിക്കാവ് കുമരനെല്ലൂർ ദേശപ്രതിനിധി സതീഷ് കുമാർ, ചാലക്കുടി പിഷാരടിക്കാവ് ക്ഷേത്ര പ്രതിനിധി രജീഷ് കുമാർ, വിവിധ ദേവസ്വങ്ങളുടെയും ക്ഷേത്ര സമിതികളുടെയും പ്രതിനിധികൾ, വാദ്യകലാ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണുത്തിയിൽ ലോറിയിൽ കടത്തുകയായിരുന്ന 2600 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. 2 പേർ പിടിയിൽ. പാലക്കാട് സ്വദേശി ഹരി, തൃശൂർ കുറുമ്പിലാവ് സ്വദേശി പുളിപ്പറമ്പിൽ പ്രദീപ് എന്നിവരാണ് പിടിയിലായത്.
മുന്തിരി കയറ്റി വന്ന ലോറിയിൽ നിന്നാണ് 35 ലിറ്ററിന്റെ 80 കന്നാസ് സ്പിരിറ്റ് പിടികൂടിയത്. മധ്യമേഖല എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡ്, അസിസ്റ്റന്റ് കമ്മീഷണർ സ്ക്വാഡ്, തൃശൂർ റേഞ്ച് പാർട്ടി എന്നിവരടങ്ങിയ സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത്. തൃശൂർ സ്വദേശിക്ക് സ്പിരിറ്റ് കൈമാറാനുള്ള ശ്രമത്തിനിടെയായിരുന്നു അറസ്റ്റ്. ബാംഗ്ലൂരിൽ നിന്ന് മുന്തിരി കൊണ്ടുവരുന്നതിന്റെ മറവിലായിരുന്നു സ്പിരിറ്റ് കടത്ത്. സ്പിരിറ്റ് വാങ്ങാനെത്തിയ ആളെ പിടികൂടാനായിട്ടില്ല. കൊടുങ്ങല്ലൂർ സ്വദേശി ജിനീഷിനെക്കുറിച്ച് എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സ്പിരിറ്റ് വാഹനത്തോടൊപ്പമുണ്ടായിരുന്ന കാർ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും എക്സൈസ് സംഘത്തിന്റെ വാഹനത്തിൽ ഇടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. എക്സൈസ് മധ്യമേഖല കമ്മീഷണർ സ്ക്വാഡ് ഇൻസ്പെക്ടർ CU ഹരീഷ്, തൃശൂർ റേഞ്ച് ഇൻസ്പെക്ടർ KK സുധീർ എന്നിവരടങ്ങിയ സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത്. ക്രിസ്മസ് പ്രമാണിച്ച് വിദേശ മദ്യം നിർമ്മിച്ച് വിപണനം നടത്താനാണ് സ്പിരിറ്റ് കൊണ്ടുവന്നതെന്നാണ് എക്സൈസിന് ലഭിച്ച സൂചന. പാലക്കാട് രജിസ്ട്രേഷനിലുള്ള ലോറിയിലായിരുന്നു സ്പിരിറ്റ് കടത്തിയത്. കന്നാസുകൾ കാർട്ടൺ ബോക്സ് ഉപയോഗിച്ച് പാക്ക് ചെയ്ത് മുകളിൽ മുന്തിരി പാക്കറ്റുകൾ കൊണ്ട് മറച്ച് അതീവ രഹസ്യമായാണ് സ്പിരിറ്റ് കടത്തിക്കൊണ്ടുവന്നത്. സ്പിരിറ്റ് ബാംഗ്ലൂരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന് മണ്ണുത്തിയിൽ പ്രദീപിനെ ഏൽപ്പിക്കുന്നതിനാണ് ഹരി എത്തിയത്. പ്രദീപ് സ്പിരിറ്റ് ലോറി എടുക്കുന്നതിന് കൊടുങ്ങല്ലൂർ സ്വദേശി ജിനീഷുമായി മണ്ണുത്തിയിൽ കാറിൽ എത്തി വണ്ടി കൈമാറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഉദ്യോഗസ്ഥരെ വെട്ടിച്ചു കടന്ന ജിനീഷിനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. ചേലക്കര MLA-യായി UR പ്രദീപും പാലക്കാട് MLA-യായി രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭാ മന്ദിരത്തിലെ ഹാളിലായിരുന്നു ചടങ്ങ്. സ്പീക്കർ AN ഷംസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആദ്യം UR പ്രദീപായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. സഗൌരവമായാണ് UR പ്രദീപ് സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ആദ്യമായാണ് രാഹുൽ MLA-യാകുന്നത്. രണ്ടാം തവണയാണ് UR പ്രദീപ് MLA-യാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി മന്ത്രിമാരടക്കമുള്ള നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. ചേലക്കരയിൽ 12,201 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു UR പ്രദീപിന്റെ വിജയം. 18,724 വോട്ടുകൾക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയം. UR പ്രദീപ് എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. അകമലയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ചാക്യാർകുന്ന് മേഖലയിലാണ് കാട്ടാനകൾ ഇറങ്ങിയത്. എറിഞ്ഞിക്കുളത്തിൽ ജയേഷിന്റെ വീട്ടുപറമ്പിലേക്ക് കമ്പിവേലി തകർത്തെത്തിയ കാട്ടാന തെങ്ങും കവുങ്ങിൻ തൈകളും വാഴകളും പാടത്തെ നെൽച്ചെടികളും വ്യാപകമായി നശിപ്പിച്ചു. പ്രദേശത്ത് തുടർച്ചയായി കാട്ടാനകൾ ഇറങ്ങി കൃഷിനാശം വരുത്തുന്നത് ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് ഭീഷണിയായിരിക്കുകയാണ്. സർക്കാർ പ്രഖ്യാപിച്ച സൌരോർജ്ജവേലി അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മതിലകത്ത് ബൈപ്പാസ് നിർമ്മാണ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മതിലകം പഞ്ചായത്ത് 7-ാം വാർഡിൽ കിഴക്കുംപുറം ഭാഗത്താണ് ദുരിതാവസ്ഥ. ഈ ഭാഗത്തുകൂടെയാണ് മതിലകം ബൈപ്പാസ് കടന്നുപോകുന്നത്. ബൈപ്പാസിന് പടിഞ്ഞാറ് ഭാഗത്ത് രൂപപ്പെട്ട മലിനജല സാന്നിധ്യമാണ് ദുഷ്കരമായ അവസ്ഥയുണ്ടാക്കിയിരിക്കുന്നത്. പ്രദേശത്തെ തോടുകളിലും പാടത്തും റോഡിലുമെല്ലാം കഴിഞ്ഞ 3 മാസത്തിലേറെയായി വെള്ളം കെട്ടിനിൽക്കുകയാണ്. റോഡിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹൈവേ നിർമ്മാണ സ്ഥലത്തേക്ക് വാഹനങ്ങൾ കടന്നുപോകാൻ തുടങ്ങിയതോടെ റോഡ് തകർന്ന അവസ്ഥയിലാണ്. വീടുകളുടെ വളപ്പിലും വഴിയിലും വെള്ളം കെട്ടി നിൽക്കുകയാണ്. വെള്ളം ഒഴുകിപ്പോകാതായതോടെ 100-ലേറെ തെങ്ങുകളാണ് നശിച്ചത്. കുടിവെള്ള സ്രോതസ്സുകളും മലിനമായ നിലയിലാണ്. ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോയിരുന്ന തോടുകൾ നികത്തിയതും കൽവർട്ടുകൾ അടഞ്ഞതും വെള്ളക്കെട്ടിന് കാരണമായി. ഓഗസ്റ്റിൽ തുടങ്ങിയതാണ് ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഹൈവേയുടെ പുതിയ നാഷണൽ ഹൈവേയുടെ പണി വന്നപ്പോൾ അവിടെ നിന്നുള്ള കൽവെട്ട് അവർ ഇട്ടിട്ട് അടച്ചു കളഞ്ഞിരിക്കുന്നത്.
അതിപ്പോൾ തൽക്കാലം ഒരു നാളെ തുറക്കാമെന്ന് പറയാലോ. ഇത് 4 മാസമായിട്ട് ഇപ്പോൾ തുറന്നിട്ടില്ല അവർ. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 4 മാസമായിട്ട് ഇതിൽ സ്കൂൾ വണ്ടി പോകുന്നുണ്ട്, സ്കൂൾ വിദ്യാർത്ഥികൾ, ജോലിക്കാർ പോകുന്നുണ്ട്, എല്ലാവരും ഇതിൽ പോണതാണ്. പക്ഷെ നമുക്ക് ഇതുവരെയായിട്ടും ഇത് തുറന്നു തന്നില്ല. എത്രയും പെട്ടെന്ന് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV കയ്പമംഗലം. എളവള്ളി കുണ്ടുപാടം പാടശേഖരത്തിൽ വെള്ളം ഒഴിയുന്നില്ല. നെൽകർഷകർ കൃഷിനാശ ഭീഷണിയിൽ. കഴിഞ്ഞ ദിവസങ്ങളിലെ അപ്രതീക്ഷിത മഴയെ തുടർന്നാണ് പടവിലെ 120 ഏക്കർ വരുന്ന നെൽകൃഷിയിൽ വെള്ളം കയറിയത്. കനാലുകൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ മോട്ടോർ പ്രവർത്തിപ്പിച്ചിട്ടും പാടശേഖരത്തിലെ വെള്ളം വറ്റിക്കുവാൻ കഴിയുന്നില്ല. ഞാറുനട്ട് 15 ദിവസം മാത്രം പ്രായമായ നെൽച്ചെടികളാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്. കൃഷി സംരക്ഷിക്കാനും കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരത്തിനും കൃഷിവകുപ്പ് അധികൃതർ ഇടപെടണമെന്ന് പാടശേഖര സമിതി ഭാരവാഹികളായ സന്തോഷ് തിണ്ടിയത്ത്, CK ഗോപി എന്നിവർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ കാര്യാട്ടുകര ബണ്ട് തകർന്നതിനെ തുടർന്ന് കൃഷി നശിച്ച എൽത്തുരുത്ത് മാരാർ കോൾപ്പടവ് ജില്ലാ കളക്ടർ സന്ദർശിച്ചു. ജനുവരിയിൽ കോൾപ്പടവുകളിലെ കൃഷി പുനരാരംഭിക്കുന്നതിന് കർഷകർക്ക് എല്ലാവിധ സഹായവും നൽകുമെന്ന് കളക്ടർ പറഞ്ഞു. കൃഷിവകുപ്പ്, കോർപ്പറേഷൻ, KLDC എന്നിവയുടെ സഹായത്തോടെ കൃഷിയോഗ്യമാക്കാൻ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യും. വ്യാഴാഴ്ച മുതൽ ബണ്ട് പുനർനിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. ശാശ്വത പരിഹാരം എന്ന നിലയിൽ RKVY പദ്ധതി പ്രകാരം ബണ്ട് പുനർനിർമ്മിക്കും. സബ് കളക്ടർ അഖിൽ വി മേനോൻ, കൌൺസിലർ ലാലി ജെയിംസ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, കോൾപ്പടവ് ഭാരവാഹികൾ തുടങ്ങിയവർ കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിൻ വഴിയിൽ കുടുങ്ങി. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേഭാരത് എക്സ്പ്രസ് ആണ് ഷൊർണൂർ പാലത്തിന് സമീപം 3 മണിക്കൂറോളം നിർത്തിയിട്ടത്. വൈദ്യുതി സംവിധാനത്തിലെ തകരാറാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഡോർ തുറക്കാൻ കഴിയാതിരുന്നതിനാൽ യാത്രക്കാർക്ക് പുറത്തിറങ്ങാനും സാധിച്ചില്ല. മറ്റൊരു എഞ്ചിൻ എത്തിച്ചാണ് ട്രെയിൻ യാത്ര തുടർന്നത്. കാപ്പ് പ്രകാരം ജില്ലയിൽ പ്രവേശനാനുമതി നിഷേധിച്ച പ്രതിയെ ഒല്ലൂർ പോലീസ് സാഹസികമായി പിടികൂടി. ഇരവിമംഗലം സ്വദേശി നെടുമല വീട്ടിൽ റബ്ബർ മനു എന്ന് വിളിക്കുന്ന മനുവിനെയാണ് 2 മണിക്കൂറിലധികം നീണ്ട അതിസാഹസികമായ പ്രയത്നത്തിലൂടെ ഒല്ലൂർ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ച് സംഘവും ചേർന്ന് പിടികൂടിയത്. ബുധനാഴ്ച പുലർച്ചെ ഒല്ലൂർ സ്റ്റേഷൻ റൌഡിയും കാപ്പ് പ്രകാരം നാടുകടത്തിയ മനു ഉത്തരവ് ലംഘിച്ച് വീട്ടിൽ വന്നുപോകുന്നതായി സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത്. പരിശോധനയ്ക്കിടെ ഓട് പൊളിച്ച് വീടിന് മുകളിൽ കയറിയ പ്രതി പോലീസിനെ വെല്ലുവിളിക്കുകയായിരുന്നു. കൂടുതൽ പോലീസ് എത്തിയാണ് പ്രതിയെ കീഴടക്കിയത്. 2-അംഗ ബൈക്ക് മോഷണ സംഘത്തെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ പട്ടാളം റോഡ് സ്വദേശി മുത്തു, മാടക്കത്തറ പനമ്പിള്ളി സ്വദേശി ജാതിക്കപ്പറമ്പിൽ തദ്ദേവൂസ് എന്നിവരാണ് പിടിയിലായത്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം തൃശൂർ അശ്വിനി ജംഗ്ഷന് സമീപം വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത്. പുറനാട്ടുകര സ്വദേശി പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്കാണ് പ്രതികൾ മോഷ്ടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. BJP മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഇളയിടത്ത് E. രഘുനന്ദനൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. അർബുദബാധിതനായി കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. കുന്നംകുളം അക്കിക്കാവ് സ്വദേശിയാണ്. കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ്, BJP ദേശീയ കൌൺസിൽ അംഗം, ഹീമോഫീലിയ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സൌത്ത് സോൺ ചെയർമാൻ, കക്കാട് വാദികല അക്കാദമി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. മൃതദേഹം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിവരെ അക്കിക്കാവിലെ ഹീമോഫീലിയ ട്രസ്റ്റ് ഓഫ് അങ്കണത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് രഘുനന്ദനന്റെ ആഗ്രഹപ്രകാരം മെഡിക്കൽ കോളേജിന് കൈമാറും. BJP തൃശൂർ ജില്ലാ നേതൃത്വത്തിലെ സൌമ്യമുഖമായിരുന്നു E. രഘുനന്ദനൻ. എപ്പോഴും പുഞ്ചിരിയോടുകൂടി സംസാരിച്ചിരുന്ന രഘുനന്ദനൻ പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല രാഷ്ട്രീയ എതിരാളികൾക്കും നല്ല സുഹൃത്തായിരുന്നു. രാഷ്ട്രീയത്തോടൊപ്പം സാമൂഹ്യ സേവന രംഗത്തും അദ്ദേഹം സജീവമായിരുന്നു. സേവാ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് തൃശൂർ രാഷ്ട്ര സേവാ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരവും ഷെയർ ആൻഡ് കെയർ എക്സലൻസ് അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. പ്രധാന വേദിയായ ടൗൺ ഹാളിൽ മന്ത്രി R. ബിന്ദു കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 15 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക.
ഇരുളനൃത്തം, പണിയനൃത്തം, ഹൈസ്കൂൾ വിഭാഗം നാടോടി നൃത്തം, സംഘനൃത്തം എന്നിവയാണ് വ്യാഴാഴ്ച അരങ്ങേറുക. 232 പോയിന്റ് നേടിയ വലപ്പാട് ഉപജില്ലയാണ് നിലവിൽ മുന്നിലുള്ളത്. 221 പോയിന്റ് വീതം നേടി ചാവക്കാട്, കുന്നംകുളം ഉപജില്ലകൾ രണ്ടാം സ്ഥാനത്തുണ്ട്. സ്കൂൾ വിഭാഗത്തിൽ 81 പോയിന്റ് നേടിയ പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനത്ത്. 73 പോയിന്റ് നേടി ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനത്താണ്. കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ അച്ചീവ്മെന്റ് സർവേയുടെ ഭാഗമായി ബുധനാഴ്ച മത്സരങ്ങളുണ്ടായിരുന്നില്ല. കലോത്സവം TCV തത്സമയം സംപ്രേഷണം ചെയ്യും. തൃശൂരിൽ നിന്നുള്ള അസിന് ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ നാടോടി നൃത്തത്തിൽ ഒന്നാം സ്ഥാനം. അപ്പീലിലൂടെ എത്തിയാണ് അസിൻ നേട്ടം സ്വന്തമാക്കിയത്. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിൽ രണ്ടാം സ്ഥാനത്തായ അസിന് സ്വന്തം പ്രകടനത്തിൽ പൂർണ്ണ വിശ്വാസമായിരുന്നു. ആ വിശ്വാസം ശരിവെക്കുന്നതാണ് അപ്പീലിലൂടെ എത്തി ജില്ലാ കലോത്സവത്തിൽ നേടിയ ഈ ഒന്നാം സ്ഥാനം. ഇതോടെ നാടോടി നൃത്തത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാനതലത്തിൽ ഇക്കുറിയെത്തുക അസിനാകും. മുൻപ് ഹൈസ്കൂൾ വിഭാഗത്തിൽ കുച്ചിപ്പുടിയിൽ സംസ്ഥാന വേദിയിൽ മാറ്ററിയിച്ചിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് നാടോടി നൃത്തത്തിൽ സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് അസിൻ. ഹാപ്പിയാണ്. ഹാർഡ് വർക്ക് ചെയ്തതിനുള്ള റിസൾട്ട് കിട്ടി. ഫോക്ക് ഫസ്റ്റ് ടൈമാണ്. ഞാൻ 10th പോയിരുന്നു, കുച്ചിപ്പുടി പോയിരുന്നു. വടക്കൻ പാട്ടിലെ വീരകഥാപാത്രമായ പൂമാതൈ പൊന്നമ്മയെ വേദിയിലെത്തിച്ചാണ് അസിന്റെ മിന്നും പ്രകടനം. കലാക്ഷേത്രം അമൽനാഥാണ് ഗുരു. മത്സരം നല്ല മത്സരമായിരുന്നു. ഒരു 4-5 പേര് നല്ല ടൈറ്റായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കിട്ടിയാൽ ദൈവത്തിനോട് നന്ദി പറയണം. അല്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് അവിടെ കളിക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. 14 വർഷമായി നൃത്തം അഭ്യസിക്കുന്ന അസിൻ നാടോടി നൃത്തത്തിന് പുറമെ കുച്ചിപ്പുടിയിലും ഭരതനാട്യത്തിലും മത്സരരംഗത്തുണ്ട്. ഡോക്ടർ സജേഷ് എസ് നായർ താമരശ്ശേരിയുടെ ശിക്ഷണത്തിലാണ് ഭരതനാട്യം അഭ്യസിക്കുന്നത്. വില്ലടം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 സയൻസ് വിദ്യാർത്ഥിനിയാണ് അസിൻ. പെൺകുട്ടികളുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തൃശൂർ ഈസ്റ്റ് ഉപജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ അസിൻ ഉപജില്ലാ കലോത്സവത്തിലെ രണ്ടാം സ്ഥാനത്തായപ്പോൾ അപ്പീലിലൂടെയാണ് ജില്ലാ കലോത്സവത്തിൽ വന്ന് ഒന്നാമതായി A ഗ്രേഡോടെ സംസ്ഥാന തലത്തിലേക്ക് പോകുന്നത്. അതിൻ്റെ സന്തോഷവും ആത്മവിശ്വാസവുമാണ് അസിന് മുതൽക്കൂട്ടായിട്ടുള്ളത്. പന്ത്രണ്ടോളം മത്സരാർത്ഥികളാണ് അസിന് പുറമെ ഇതേ വിഭാഗത്തിൽ അവതരണങ്ങളുമായി വേദിയിലെത്തിയത്. മികച്ച പ്രകടനങ്ങളുമായി ഏവരും ആസ്വാദകരുടെ മനം കവർന്നു. കാണികളുടെ മികച്ച പിന്തുണ കലാപ്രതിഭകൾക്ക് കൂടുതൽ മികവേകി. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ സിബി പോട്ടൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മത്സ്യബന്ധന ബോട്ടിടിച്ച് 2 ചീനവലകൾ തകർന്നു. മഠത്തിപ്പറമ്പിൽ ശ്രീജേഷ്, മഠത്തിപ്പറമ്പിൽ സുന്ദരൻ, കൈമപ്പറമ്പിൽ വിജയൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ചീനവലയാണ് തകർന്നത്. കടലിലേക്ക് ഇറക്കുകയായിരുന്ന ബോട്ട് ചീനവലകൾ ഇടിച്ചു തകർക്കുകയായിരുന്നു. മറുകരയിൽ മുനമ്പം പ്രദേശത്ത് ചീനവലയിൽ ഉണ്ടായിരുന്ന തൊഴിലാളികൾ അപകടം നടക്കുന്നത് കണ്ടുവെങ്കിലും ബോട്ടിനെ തിരിച്ചറിയാനായില്ല. ഏകദേശം 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി തൊഴിലാളികൾ പറഞ്ഞു. 2 ചീനവലകളിലായി 15 തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. ചീനവല നശിച്ച തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് എറിയാട് പഞ്ചായത്ത് അംഗം KM സാദത്ത് ആവശ്യപ്പെട്ടു. വേലൂർ തണ്ടിലം റോഡിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. വേലൂർ തലക്കോട്ടുകര സാന്ത്വനം റിഹാബിലിറ്റേഷൻ സെന്ററിലെ ജീവനക്കാരി പോക്കാക്കില്ലത്ത് റിഫാഹീമിന്റെ ഭാര്യ 52 വയസ്സുള്ള ഷെജിലയാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച ഭർത്താവുമൊത്ത് സ്കൂട്ടറിൽ പോകുമ്പോൾ ബൈക്ക് ഇടിക്കുകയായിരുന്നു. കുട്ടനെല്ലൂർ ഓവർബ്രിഡ്ജിന് സമീപം ഡിവൈഡറിലിടിച്ച് നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. തളിക്കുളം ത്രിവേണി നഗർ സ്വദേശി പുത്തൻപുരയിൽ വീട്ടിൽ 47 വയസ്സുള്ള ഫൈസലാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഫൈസലിനെ ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഉച്ചയോടെ മരണം സംഭവിച്ചു.
പൂജാ ബമ്പർ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഏജന്റ് വിറ്റ ടിക്കറ്റിന്. JC 32 55 26 എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ 12 കോടി അടിച്ചത്. JA 37 87 49, JB 93 95 47, JC 61 66 13, JD 21 10 04, JE 58 44 18 എന്ന ടിക്കറ്റുകൾക്കാണ് രണ്ടാം സമ്മാനം. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 5 പേർക്ക് ലഭിക്കും. മഴക്കാലത്ത് റോഡിൽ രൂപപ്പെടുന്ന ഹൈഡ്രോ പ്ലാനിംഗ് പ്രതിഭാസത്തിൽ കരുതൽ വേണമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ഹൈഡ്രോ പ്ലാനിംഗ് മൂലം അപകടങ്ങൾ വർദ്ധിക്കുകയാണെന്നാണ് കണക്കുകൾ. മഴക്കാലത്ത് ടയറിനും റോഡിനും ഇടയിൽ രൂപപ്പെടുന്ന ജലപാളിയാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. റോഡും ടയറുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന അപകടകരമായ പ്രതിഭാസമാണ് ജലപാളി പ്രവർത്തനം. ഇതുമൂലം ബ്രേക്കിന്റെയും സ്റ്റിയറിംഗിന്റെയും ആക്സിലേറ്ററിന്റെയും പ്രവർത്തനം സാധ്യമല്ലാതെ വരുന്നു. വാഹനത്തിന്റെ നിയന്ത്രണം ഡ്രൈവർക്ക് നഷ്ടമാവുകയും ചെയ്യും. മഴയുള്ള സമയങ്ങളിൽ വാഹനത്തിന്റെ വേഗത പരമാവധി കുറയ്ക്കണം. തേയ്മാനം സംഭവിച്ച ടയറുകൾ ഒഴിവാക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഖാദി ബോർഡ് ചെയർമാൻ P. ജയരാജൻ രചിച്ച കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തിന്റെ ചർച്ച തൃശൂരിൽ നടന്നു. കേരളത്തിൽ ചില തീവ്രവാദ ഗ്രൂപ്പിന്റെ ആശയങ്ങൾ മൂലം ചില മുസ്ലിം സുഹൃത്തുക്കൾ വഴിതെറ്റി തീവ്രവാദത്തിലേക്ക് പോകുന്നത് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതായും ജയരാജൻ പറഞ്ഞു. ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം മുസ്ലിം സമുദായത്തിലും ചെറിയൊരു ഭാഗം തീവ്രവാദ ആശയങ്ങളിലേക്ക് വഴിമാറിയിട്ടുണ്ട്. ആ തീവ്രവാദ ആശയങ്ങൾ വലിയ നിലക്ക് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പുസ്തകത്തിൻ്റെ രചനയ്ക്കാവശ്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചത്. കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സംഘടിതമായിട്ടുള്ള രൂപമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിക്കാർ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ അക്രമം നടത്തിയിട്ട് ഞങ്ങളുള്ള സ്ഥലത്തൊന്നും ഒരു അക്രമം നടന്നിട്ടില്ല. പക്ഷേ അക്രമം എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ്. യഥാർത്ഥ രോഗം തീവ്രവാദ ആശയങ്ങളാണ്. മതരാഷ്ട്രം സ്ഥാപിക്കാൻ RSS വ്യക്തമായ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും സംഘപരിവാർ ശക്തികൾ അധികാരത്തിൽ പിടിമുറുക്കിയതായും P. ജയരാജൻ അഭിപ്രായപ്പെട്ടു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് റെയിൽവേ മേൽപ്പാലത്തിനായി സമർപ്പിച്ച രൂപരേഖയ്ക്ക് ഭേദഗതികളോടെ റെയിൽവേ അനുമതി നൽകി. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ മുഖേന സമർപ്പിച്ച രൂപരേഖ സദേൺ റെയിൽവേ അംഗീകരിച്ചുവെന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചു. നേരത്തെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 10.5 കോടി രൂപ ചെലവഴിച്ച് അനുബന്ധ റോഡിനായി സ്ഥലം ഏറ്റെടുത്തിരുന്നു. റെയിൽവേയുടെ നിർദ്ദേശപ്രകാരം ഭേദഗതി വരുത്തിയ രൂപരേഖ പ്രകാരമുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി 20 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കുമെന്ന് RDBCAK ഉദ്യോഗസ്ഥർ അറിയിച്ചു. 34.73 കോടി രൂപയാണ് കിഫ്ബി റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിനായി നേരത്തെ അനുവദിച്ചിരുന്നത്. ഏറെക്കാലമായി റെയിൽവേയുടെ അനുമതി ലഭിക്കാത്തതിനാൽ മേൽപ്പാലം പണി ആരംഭിക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു. ആചാരങ്ങളുടെ അഭിഷേക കാവടികൾ ഒരുക്കുന്ന തിരക്കിലാണ് കൊടകര കാവിൽ ഇടയപ്പുറത്ത് അരവിന്ദാക്ഷൻ എന്ന 71കാരൻ. അരവിന്ദാക്ഷന്റെ കരവിരുതിലാണ് കൊടകര ഷഷ്ഠിയുടെ അഭിഷേക കാവടികൾക്ക് വർണ്ണശോഭയേറുന്നത്. പൂനിലാർക്കാവ് ദേവസ്വത്തിന്റേതാണ് അഭിഷേകത്തിനുള്ള കൊട്ടിക്കാവടികളെങ്കിലും 3.5 പതിറ്റാണ്ടിലേറെയായി അവയെ വർണ്ണാഭമാക്കുന്നത് അരവിന്ദാക്ഷന്റെ ദിവസങ്ങളോളം നീളുന്ന പരിശ്രമം കൊണ്ടാണ്. 1 മാസം മുമ്പ് തന്നെ ഈ അമ്പലക്കാവടികളെ അരവിന്ദാക്ഷൻ വീട്ടിലെത്തിച്ച് പഴയ കടലാസു പൂക്കളെല്ലാം മാറ്റും. മയിൽപീലി, വർണ്ണക്കടലാസുകൾ, ഈർക്കിൽ, പശ എന്നിവ ഉപയോഗിച്ചാണ് കാവടികളുടെ നിർമ്മാണം. 22 കാവടികളാണ് ഇക്കുറി നിർമ്മിച്ചിരിക്കുന്നത്. കാവടികളുടെ അവസാനഘട്ട മിനുക്കുപണിയിലാണിപ്പോൾ അരവിന്ദാക്ഷൻ. ഒരു 32 വർഷത്തോളമായിട്ട് ഇത് കൊണ്ടുവന്ന് അലങ്കരിച്ച് കൊണ്ടുനടക്കല്. വളരെ കാലങ്ങളായിട്ട് ഇതിൻ്റെ പണികളൊക്കെ നമ്മൾ തന്നെയായിരുന്നു. ഞാൻ അതൊരു എൻ്റെ ഒരു വഴിപാട് പോലെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ജീവിതകാലം വരെ ഇത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. ഷഷ്ഠിയുടെ തലേദിവസം പൂനിലാർക്കാവിലെ മേൽശാന്തി ഈ കാവടികളിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകത്തിനുള്ള പനിനീര്, ഭസ്മം, പഞ്ചാമൃതം, കളഭം എന്നിവ കെട്ടിയൊരുക്കും. ഷഷ്ഠി ദിവസം ആദ്യ അഭിഷേകം പൂനിലാർക്കാവ് ദേവസ്വത്തിൻ്റെതാണ്. ഈ കാവടികളുമായാണ് അവർ അഭിഷേകത്തിന് പുറപ്പെടുക. അവിടെ എത്തി അഭിഷേകം നടത്തിയ ശേഷം കാവടികൾ തിരികെ പൂനിലാർക്കാവിലെത്തും. തുടർന്ന് വിവിധ കാവടി സംഘങ്ങളും അവരുടെ കാവടികളുമായി താളവാദ്യത്തിന്റെ അകമടിയോടെ അഭിഷേകത്തിനെത്തും. ഭക്തരുടെ അഭിഷേകങ്ങളും തുടർച്ചയായി നടക്കും. കുട്ടികളെ കൊണ്ട് വ്രതമെടുപ്പിച്ച് കുട്ടിക്കാവടികളുമേന്തി
ഷഷ്ടി ദിവസം കുന്നിൻ മുകളിൽ എത്തുന്നവരും അനവധിയാണ്. മുൻകാലങ്ങളിൽ ഷഷ്ടി ദിവസം അഭിഷേകത്തിനെത്തുന്നവർ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ വ്രതമെടുത്ത് മുദ്രയണിഞ്ഞ് കാവിയുടുത്ത് പൂക്കാവടിയുമേന്തി ഊരി ചുറ്റുക പതിവായിരുന്നു. 2 പതിറ്റാണ്ടു മുമ്പ് നടനും നാടക സംവിധായകനുമൊക്കെയായി കലാരംഗത്ത് നിറഞ്ഞുനിന്ന പ്രതിഭയാണ് അരവിന്ദാക്ഷൻ. സിനിമാ താരം കമൽഹാസന്റെ നൃത്തഗുരുവായ ജെമിനി TR ഗോപാലകൃഷ്ണന്റെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട്. പൂനിലാർക്കാവ് ക്ഷേത്ര സംരക്ഷണ സമിതി ഭരണസമിതി അംഗവുമായ അരവിന്ദാക്ഷന് അഭിഷേക കാവടികളുടെ നിർമ്മാണം മുരുകസ്വാമിക്കുള്ള സമർപ്പണം കൂടിയാണ്. TC വിനോസ്, കൊടകര. കേന്ദ്ര സർക്കാരിന്റെ MSME മന്ത്രാലയത്തിന് കീഴിലുള്ള തൃശൂരിലെ സംസ്ഥാനതല ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന വെണ്ടർ ഡെവലപ്മെന്റ് പരിപാടിക്ക് തുടക്കമായി. അയ്യന്തോൾ ഓഫീസിൽ നടന്ന പരിപാടി സംസ്ഥാന പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ ബോർഡ് ചെയർമാൻ K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. MSME തൃശൂർ DFO ജോയിന്റ് ഡയറക്ടർ GS പ്രകാശ് അധ്യക്ഷത വഹിച്ചു. സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊച്ചി ഡെപ്യൂട്ടി ഡയറക്ടർ ഷാജു റാഫേൽ, കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ പ്രസിഡന്റ് ഫിലിപ്പ് M. മുളയ്ക്കൽ, ലഘു ഉദ്യോഗ് ഭാരതി തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ BA വേണുഗോപാൽ, പ്രോഗ്രാം കോർഡിനേറ്റർ മാർട്ടിൻ P. ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര MSME മന്ത്രാലയം നടപ്പാക്കുന്ന പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസിയുടെ സുഗമമായ നടത്തിപ്പും ഒപ്പം കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകാൻ കഴിയുന്ന അനുയോജ്യരായ ചെറുകിട സംരംഭകരെ കണ്ടെത്തുക എന്ന ലക്ഷ്യവുമായാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി വിവിധ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. ഇനി വാണിജ്യം. തൃശൂരിലെ പ്രശസ്തമായ രാഹുൽ ടൈൽസ് സാനിറ്ററീസ് ആൻഡ് ഗ്രാനൈറ്റ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ബിഗ് ഓഫർ സെയിൽ ആരംഭിച്ചു. തൃശൂർ കോവിലകത്തുംപാടം കേന്ദ്രമായി കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെക്കാലമായി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ വിശ്വാസ്യതയാർജിച്ച സ്ഥാപനമായ രാഹുൽ ടൈൽസ് സാനിറ്ററീസ് ആൻഡ് ഗ്രാനൈറ്റ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പിലാണ് ക്രിസ്മസ് ന്യൂ ഇയർ ലക്കി ഡ്രോ സെയിലിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ബിഗ് ഓഫർ സെയിൽ ലക്കി ഡ്രോയുടെ ഭാഗമായി 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താവിന് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കും. നറുക്കെടുപ്പിൽ വിജയിക്കുന്ന ഭാഗ്യശാലിക്ക് 1ാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടറും 2ാം സമ്മാനമായി ഡബിൾ ഡോർ ഫ്രിഡ്ജും 3ാം സമ്മാനമായി ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനും ലഭിക്കും. ഫെബ്രുവരി വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിൽ പങ്കാളികളാകാം. മാർച്ച് 1-നാണ് കൂപ്പൺ നറുക്കെടുപ്പ്. രാഹുൽ ടൈൽസിൽ കുറഞ്ഞ നിരക്കിൽ പ്രീമിയം വിട്രിഫൈഡ് ടൈലുകളുടെ വൻ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. 42, 64, 800, 1600 ടൈലുകൾ, ബിഗ് സൈസ് സ്ലാബുകൾ, ഗ്രാനൈറ്റ്, സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ് തുടങ്ങിയവയ്ക്കെല്ലാം വൻ ഓഫറുകളാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9946 66 6937. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7115 രൂപ, പവന് 56920 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3224 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കൊടകര കുഴൽപ്പണക്കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ രഹസ്യമൊഴിയെടുക്കും. തൃശൂർ CJM കോടതിയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അനുമതി നൽകിയത്. കുന്നംകുളം കോടതിയിലാണ് രഹസ്യമൊഴിയെടുക്കുക. നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ താക്കീത്. മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് കരുതരുതെന്ന് ഹൈക്കോടതി. ഉത്സവാഘോഷങ്ങളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഞായറാഴ്ച തൃശൂരിൽ ആചാര സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിക്കും. മണ്ണുത്തി തിരുവാണിക്കാവിൽ ലോറിയിൽ കടത്തുകയായിരുന്ന 2600 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. 2 പേർ പിടിയിൽ. ക്രിസ്മസ് പ്രമാണിച്ച് മദ്യമുണ്ടാക്കി വിപണനം നടത്താനാണ് സ്പിരിറ്റ് എത്തിച്ചതെന്ന് സൂചന. ചേലക്കര MLA-യായി UR പ്രദീപും പാലക്കാട് MLA-യായി രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. UR പ്രദീപ് സഗൗരവവും രാഹുൽ ദൈവനാമത്തിലുമാണ് പ്രതിജ്ഞ ചെയ്തത്.
അകമല ചാക്യാർകുന്നിൽ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ അടിയന്തരമായി സൗരോർജ്ജ വേലി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. മതിലകത്ത് ബൈപ്പാസ് നിർമ്മാണ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. കാര്യാട്ടുകര ബണ്ട് തകർന്നതിനെ തുടർന്ന് കൃഷിനാശം സംഭവിച്ച എൽത്തുരുത്ത് മാരാർ കോൾപ്പടവ് ജില്ലാ കളക്ടർ സന്ദർശിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.